എൻ്റെ അത്ത മരിച്ച് 10-12 ദിവസത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും വൈകിട്ട് ആപ്പിളൊക്കെ ചിത്തീൻ്റെയൊക്കെ വേസ്റ്റാണ്. അത് 2-3 ദിവസത്തെ ചോറ് അഴുകിപ്പോയതാണ് പോത്തിന് വേണ്ടി. അങ്ങനെ വൈകിട്ട് പച്ചരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പുളിച്ചങ്ങ് പൊങ്ങി. അവർ 3 പേരും നല്ല ഉറക്കമാണ്. അവളെ വിളിച്ചുണർത്തി ഞാൻ മദ്രസയിൽ പോകാൻ വേണ്ടി. അവൾ രാവിലെ എണീറ്റ് റെഡിയായി പെട്ടെന്ന് തന്നെ പള്ളിയിൽ പോയി. മോളെ മദ്രസയിൽ വിട്ടതിന് ശേഷം രാവിലെ അടുക്കളയിലോട്ട് കയറി ജനലൊക്കെ ഒന്ന് തുറന്നു. നല്ലൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ല ജോലിയുണ്ട്. അങ്ങനെ നല്ല കടുപ്പത്തിൽ ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ വന്ന് അടുക്കള വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ വന്ന് കിടക്കുന്നു. അങ്ങനെ വന്ന് നേരെ വന്ന് അരിയൊക്കെ അടുപ്പത്തിട്ടു. അടുപ്പ് കത്തിച്ച് അരിയൊക്കെ അടുപ്പത്തിട്ടു. അങ്ങനെ പിന്നെ പുളിയരിയൊക്കെ കുറേയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ദിവസത്തേക്ക്. അങ്ങനെ 2 ദിവസത്തേക്ക് അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും തലേദിവസത്തെ ചോറും മീനും ഉപ്പും ഒക്കെ ഇട്ട് കലക്കി അവനിക്ക് രാവിലെ വെള്ളമൊക്കെ കൊടുത്തു. അവനെ അയച്ചു കെട്ടാൻ നോക്കി. അങ്ങനെ അവന് വെള്ളമൊക്കെ കൊടുത്തു. നേരെ ഇരുത്തിലോട്ട് കയറി നോക്കിയപ്പം കോഴികളെല്ലാം പുറത്ത് കിടക്കുന്നു. തടിക്കൂടിൻ്റെ അടിഭാഗം എല്ലാം പൊട്ടിയിരിക്കുകയായിരുന്നു. അതിലേക്കൂടെ എല്ലാം കൂടെ ചാടി നിൽക്കുന്നു. പിന്നെ ഒന്ന് ഇരുത്തിലൊക്കെ നോക്കിയപ്പോൾ ഇതാണ് കോലം. അങ്ങനെ അവർക്കൊക്കെ വെള്ളമെല്ലാം കൊടുത്തു. കോഴികളെയും തുറന്നിട്ടു. തീറ്റയെല്ലാം കൊടുത്തു. കുറേ ദിവസമായില്ലേ. അങ്ങനെ ഒരു മുട്ടയൊക്കെ കിട്ടി. അതും എടുത്തുകൊണ്ട് വന്ന് പിന്നെയാണ് അടുക്കളയിലോട്ട് കയറിയത്. അങ്ങനെ ദോശയും സാമ്പാറും ആവുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ചുട്ടു. അങ്ങനെ ഞാനിവിടെ എളുപ്പം കുക്കറിലാണ് സാമ്പാർ വയ്ക്കുന്നത്. സാമ്പാറൊക്കെ ആയി. അങ്ങനെ മുറ്റത്ത് കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇക്കൊക്കെ വന്നപ്പോഴത്തേക്കും അത് പിച്ചി തന്നു. തക്കാളിക്കറി വെക്കാൻ വേണ്ടി 2-4 തക്കാളിയൊക്കെ എടുത്ത് വെച്ചു. അത് എൻ്റെ നാത്തൂൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ തക്കാളിക്കറിയൊക്കെ ആക്കി. ചീര അരിഞ്ഞ് ചീരത്തോരനും ആക്കി. പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മീനാണ്. മീനും പൊരിച്ച് അതിനിടയ്ക്ക് നല്ല ചൂടല്ലേ, ഇച്ചിരി പച്ചമോരാക്കാമെന്ന് വിചാരിച്ചു. വാപ്പായും മോനും കൂടെ പോയി പറങ്ങാണ്ടി വെച്ചിട്ടുണ്ട് വന്നെയാണ്. അങ്ങനെ നല്ല പച്ചമാങ്ങ വിളഞ്ഞയാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ.